നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും ആവേശകരമായ ഫിഫ ലോകകപ്പ് 2026 അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. പ്രവചനാതീതമായ മത്സരങ്ങൾക്കൊടുവിൽ ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി തുടങ്ങിയ വൻശക്തികൾ അപ്രതീക്ഷിതമായി പുറത്തായപ്പോൾ കിരീട പ്രതീക്ഷകളുമായി അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടും സ്പെയിനുമെല്ലാം കുതിപ്പ് തുടരുകയാണ്. എന്നാൽ കളം പുറത്തെ പ്രധാന ചർച്ച ഈ ലോകകപ്പ് ആര് നേടും എന്നതിനൊപ്പം തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് സൂപ്പർ താരങ്ങളുടെ റെക്കോർഡ് പോരാട്ടങ്ങളെക്കുറിച്ചാണ്. ലയണൽ മെസ്സി വീണ്ടും ഒരു ലോകകപ്പ് കിരീടത്തിലേക്ക് അർജന്റീന നയിക്കുമോ എന്നാണ് ഒരു വിഭാഗം ഉറ്റുനോക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ ഓൾ ടൈം ഗോട്ട് എന്ന് വിശേഷിക്കപ്പെടുന്ന മെസ്സിക്ക് തുടർച്ചയായി 2 ലോകകപ്പ് കിരീടങ്ങൾ നേടാനായാൽ അത് സമാനതകളില്ലാത്ത ചരിത്രമാകും. എന്നാൽ ലോകകപ്പിന്റെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മെസ്സിയേക്കാൾ മികച്ചവൻ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ആണോ എന്ന ചോദ്യം ഫുട്ബോൾ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ അത് വെറും ഒരു ചോദ്യമല്ല, മറിച്ച് വ്യക്തമായ യാഥാർത്ഥ്യമാണെന്നും മനസ്സിലാകും. ലയണൽ മെസ്സി തന്റെ കരിയറിലെ 6ാമത്തെ ലോകകപ്പിലാണ് ഇപ്പോൾ പന്തുരുട്ടുന്നത്. വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിലൂടെ മെസ്സി നേടിയെടുത്ത പല റെക്കോർഡുകളും തന്റെ വെറും 3ാമത്തെ ലോകകപ്പിലൂടെ തന്നെ എംബാപ്പെ തകർത്തു കഴിഞ്ഞു എന്നതാണ് ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ ലയണൽ മെസ്സിയുടെ പേര് നിലവിലുള്ളത് 31 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകളാണ്. എന്നാൽ കിലിയൻ എംബാപ്പെ വെറും 20 മത്സരങ്ങളിൽ നിന്ന് തന്റെ ഗോൾ നേട്ടം 20 ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് മെസ്സിയേക്കാൾ 11 മത്സരങ്ങൾ കുറവ് മാത്രം കളിച്ചാണ് എംബാപ്പെ ഈ നേട്ടത്തിനരികിൽ എത്തിയിരിക്കുന്നത്. ഈ ലോകകപ്പിൽ ഇനി വരുന്ന മത്സരങ്ങളിലൂടെ മെസ്സിയുടെ റെക്കോർഡ് തകർക്കാൻ എംബാപ്പയ്ക്ക് സാധിച്ചേക്കും. നിലവിൽ 27 വയസ്സ് മാത്രമുള്ള എംബാപ്പയ്ക്ക് ഇനിയും കുറഞ്ഞത് 2 അല്ലെങ്കിൽ 3 ലോകകപ്പ് കൂടി കളിക്കാൻ പ്രായം അനുവദിക്കുന്നുണ്ട്. മെസ്സി തന്റെ കരിയറിന്റെ സന്ധ്യയിൽ നിൽക്കുമ്പോൾ എംബാപ്പെ തന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച ഫോമിലാണ്. 2018 റഷ്യൻ മണ്ണിൽ ഫ്രാൻസ് ലോകകിരീടം ചൂടിയ ടൂർണമെന്റിലൂടെയാണ് കിലിയൻ എംബാപ്പെ എന്ന കൗമാരക്കാരൻ ലോകവേദിയിലേക്ക് വരവറിയിക്കുന്നത്. ആ ടൂർണമെന്റിൽ ഫ്രാൻസിനായി 4 ഗോളുകൾ താരം അടിച്ചുകൂട്ടി. പിന്നീട് 2022 ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിനെ ഫൈനൽ വരെ എത്തിച്ചതിൽ എംബാപ്പയുടെ പങ്ക് സമാനതകളില്ലാത്തായിരുന്നു. ടൂർണമെന്റിൽ 8 ഗോൾ നേടിക്കൊണ്ട് മെസ്സിയെ മറികടന്ന് എംബാപ്പെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. നിലവിലെ 2026 ലോകകപ്പിലും എംബാപ്പയുടെ കുതിപ്പ് തുടരുകയാണ്. ക്വാർട്ടർ ഫൈനൽ പിന്നിടുമ്പോൾ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി ഈ തവണത്തെയും ഗോൾഡൻ ബൂട്ട് റേസിൽ ഏറ്റവും മുന്നിലാണ് ഈ ഫ്രഞ്ച് നായകൻ. ഒരൊറ്റ കളിക്കാരൻ തുടർച്ചയായി 2 ലോകകപ്പുകളിൽ 8 അതിലധികം ഗോളുകൾ നേടുന്നത് ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ കാഴ്ചയാണ്. പ്രധാനപ്പെട്ട നോക്കൌട്ട് മത്സരങ്ങളിൽ സമ്മർദ്ദമില്ലാതെ കളിച്ച് ഗോളടിക്കാൻ എംബാപ്പയ്ക്കുള്ള സവിശേഷ കഴിവാണ് അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെക്കാൾ കടുപ്പമേറിയ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമിഫൈനൽ മത്സരങ്ങളിൽ എംബാപ്പയുടെ പ്രകടനശേഷി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്ര റെക്കോർഡ് ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് ഘട്ടത്തിൽ മാത്രം 10 ഗോളുകൾ നേടിയ ഏക താരം കിലിയൻ എംബാപ്പയാണ്. വെറും 9 നോക്കൌട്ട് മത്സരങ്ങളിൽ നിന്നാണ് താരം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 2022 ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ആ മത്സരത്തിൽ ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകൾ നേടി എംബാപ്പെ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ടീം തോറ്റെങ്കിലും എംബാപ്പയുടെ വ്യക്തിഗത മികവ് മെസ്സിയേക്കാൾ ഒരുപടി പിന്നിലായിരുന്നു എന്ന് മത്സരം തെളിയിച്ചു. ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള എംബാപ്പയുടെ ആവേശം കണക്കുകളിലും വ്യക്തമാണ്. ഫ്രാൻസിനൊപ്പം ലോകകപ്പിൽ കളിച്ച 20 മത്സരങ്ങളിൽ 17 മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ എംബാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ മുൻ ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പമാണ് എംബാപ്പയുള്ളത്. 18 വിജയങ്ങളുമായി ഈ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ലയണൽ മെസ്സിയെ ഈ ലോകകപ്പിലെ അടുത്ത മത്സരത്തോടെ എംബാപ്പെ മറികടക്കുമെന്ന് ഉറപ്പാണ്. കൂടാതെ ഫ്രാൻസ് വിജയിച്ച ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് മാത്രം 8 ഗോളുകൾ നേടാനും എംബാപ്പയ്ക്കായി. നിലവിലെ സ്ഥിതിവിവരക്കണക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ ലോകകപ്പ് വേദിയിൽ ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ സ്വാധീനവും കൃത്യതയും പുലർത്തുന്നത് എംബാപ്പെ തന്നെയാണ്. ക്ലബ്ബ് ഫുട്ബോളിലെ റെക്കോർഡുകളിൽ മെസ്സി ഒരുപാട് മുന്നിലാണെങ്കിലും ലോകകപ്പ് എന്ന ഫുട്ബോളിലെ ഏറ്റവും വലിയ സിംഹാസനത്തിൽ എംബാപ്പയുടെ കുതിപ്പ് അതിവേഗത്തിലാണ്. മെസ്സിക്ക് ഇനി ഒരു ലോകകപ്പ് കളിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല. എന്നാൽ എംബാപ്പെ തന്റെ കരിയറിലെ ഉച്ചസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 19ാം വയസ്സിൽ ഒരു ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തവണ 2026 ഫ്രാൻസിനെ കിരീടത്തിലേക്ക് നയിച്ച് അത് 2 മാറ്റാൻ എംബാപ്പയ്ക്ക് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പെലെയ്ക്കും മറഡോണയ്ക്കും മെസ്സിക്കുമൊപ്പം ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി കിലിയൻ എംബാപ്പെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.